വളാഞ്ചേരി തിണ്ടലം റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഞായറാഴ്ച രാത്രി 8:30-ഓടെ തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ വൻതോതിൽ ഇവിടെ തള്ളിയിരുന്നു. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ അഗ്നിശമന സേനയെയും പോലീസിനെയും വിവരമറിയിച്ചു. തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും വളാഞ്ചേരി പോലീസും നാട്ടുകാരും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. സമീപത്തെ വീടുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്ക് പുറമെ വൻതോതിൽ ആശുപത്രി മാലിന്യങ്ങളും ഇവിടെ തള്ളിയിരുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്ന ഈ ജനവാസ മേഖലയിൽ മാലിന്യം കത്തിയുണ്ടായ മാരകമായ പുക വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. ഏറെ സമയമായി ഈ വേസ്റ്റ് ഇവിടെ തള്ളുന്നൊരു സ്ഥിതിയാണ് ഉള്ളത്. ഈ പ്രദേശം ആകെ ഇപ്പോൾ കണ്ടാലറിയാം, ഒരു കത്തിപ്പിടിച്ച തൊട്ട് മേലേക്ക് വീട് ഇല്ലാത്തത് കൊണ്ടാണ്. തൊട്ട് മേലേക്ക് വീട് ഉണ്ടെങ്കിൽ വീടിന് വരെ അപായം ഉണ്ടാകുന്ന രീതിയിലേക്കുള്ള കത്തിപ്പിടുത്താണ് ഉണ്ടായിട്ടുള്ളത്. ഈ തീപിടുത്തത്തിന് ആയി ബന്ധപ്പെട്ട് ഈ സ്ഥല ഉടമയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. സ്ഥല ഉടമ ഇത് അറിയുന്നില്ല എന്ന് പറയുകയും ഇത് കുറേ സമയമായി ഇടുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ വേസ്റ്റ് ഇടുന്നതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓണറായി ബന്ധപ്പെട്ടിരുന്നു. ഓണർ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു. പിന്നെ ഈ ഇതിനോട് പ്രദേശത്ത് വാഹനം കയറുന്ന സ്ഥലം വേലി കെട്ടി അവിടെ മതിൽ പോലെ കെട്ടുകയാണെന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം അവിടെ തുടങ്ങിയിട്ടുമുണ്ട്. അവിടെ രണ്ട് കാല് കുഴിച്ചിട്ട് അവിടെ വേലി കെട്ടാനുള്ള ഒരു ഏർപ്പാടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രദേശത്താകെ ഈ വേസ്റ്റിൻ്റെ ഇടുന്നത് കൊണ്ട് തന്നെ ഒട്ടനവധി അസുഖങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ കത്തുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഈ നിൽക്കുന്ന സന്ദർഭത്തിൽ വെച്ച് നോക്കിയാൽ തന്നെ നമ്മൾ ശ്വസിക്കുന്നത് പോലും അതിൽ എനിക്ക് തോന്നുന്നത് മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടായിട്ട് പൊട്ടിത്തെറിക്കുന്ന രീതിയിലേക്കുള്ള ഇതുണ്ട്. ഇപ്പോൾ ഒന്ന് അമർന്നതാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി അതിൻ്റെ കിടത്തുന്ന ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും വരും സമയത്ത് അതിന് വേണ്ട നടപടികൾ മെമ്പർ എന്നുള്ള നിലക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തായി ബന്ധപ്പെട്ടാണെങ്കിലും അതിനോട് ഏത് അധികാരികളാണ് ബന്ധപ്പെടേണ്ടത് വെച്ചാൽ അതിനെ തക്കതായ തീരുമാനത്തിലേക്ക് എത്താൻ എന്തായാലും നടപടിയെടുക്കുന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ഇതിനു പിന്നിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും വാർഡ് മെമ്പർ സംശയം പ്രകടിപ്പിച്ചു. ഈ പഞ്ചായത്ത് ആയിക്കോട്ടെ, മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, അതുപോലെ സ്റ്റേഷൻ ആയിക്കോട്ടെ, ഇവർക്ക് ചെറിയ ഫൈൻ ഇട്ടിട്ടാണ് ഇവർ വിടുന്നത്. അപ്പൊ വീണ്ടും അവരെന്ത് ചെയ്യാണ്, അപ്പൊ വേറെ സ്ഥലത്ത് പോയിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നല്ല ഭീമമായ ഒരു ഫൈൻ ഇട്ട് കൊടുത്താൽ നിർത്തും. അതെന്തുകൊണ്ട് ഈ പഞ്ചായത്തൊന്നും അല്ല, നിലവിൽ ഇതിന്റെ അതോറിറ്റി വേറെയാണ്. പഞ്ചായത്തിന്റെ അതോറിറ്റിന് പുറമെ ഇതിന്റെ അതോറിറ്റി വേറെയുണ്ട്. ഈ മാലിന്യം ആയി ബന്ധപ്പെട്ട് ഒട്ടനവധി സൗകര്യങ്ങൾ ഇപ്പോൾ മാലിന്യമായി ബന്ധപ്പെട്ട് സംസ്കരിക്കാൻ സംസ്ഥാനത്താകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എല്ലാ മേഖലയ്ക്കകത്തും. പക്ഷെ അത് അവരതിൻ്റെ രീതിയിലേക്കുള്ള നടപടി സ്വീകരിക്കുന്നില്ല. ഇത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇത് വേസ്റ്റ് ഇടുന്ന രീതിയാണ് ഉള്ളത്. ഇപ്പോൾ സംസ്ഥാനത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലറിയാം വേസ്റ്റ് സംസ്കരിക്കാൻ ആവശ്യമായ ഒരുപാട് പ്ലാന്റുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊരു നല്ല ഒരു സ്ഥലമാണെന്ന് കണ്ടെത്തി ആ സ്ഥലത്ത് കൊടുന്നിടുകയും കൃത്യമായി കത്തിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ നോക്കൂ, ഇന്ന് ഇതിവിടെ കത്തിച്ചതാണ്. ഒരിക്കലും അവിടെ തീ സ്വന്തമായി വരില്ല. കൃത്യമായി വന്ന് കത്തിച്ച ഒരു ടീം. ഇത് എനിക്ക് വ്യക്തിപരമായി സൂചിപ്പിക്കാനുള്ളത്, ഇതിന് ബാക്കിനകത്ത് നല്ലൊരു ഗ്യാങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ആ രീതിയിലേക്കുള്ള അന്വേഷണം നടത്തും. ഇപ്പോൾ പോലീസ് ഇവിടെ എത്തും, പരാതി ഇപ്പോൾ കൊടുക്കും. ആ പരാതിയുടെ ഭാഗമായിട്ട് അന്വേഷണത്തിൽ കണ്ടെത്തി ഇവിടെ CCTV ഉൾപ്പെടെ ഉണ്ട്. ആരെങ്കിലും അതിൽ അങ്ങനെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരെ അന്വേഷണത്തിന് വിധേയമാക്കുന്നതിൽ തർക്കമില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസിൽ പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. സ്ഥലോടമയോട് വിശദീകരണം ചോദിച്ചപ്പോൾ താൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. വിഷയത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോൾ റെഡിയാവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.